ഹായ് ഹലോ മക്കളെ, യെസ് അവന മിസ് ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡൗട്ടായിരുന്നു ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ അല്ലേ. നമ്മളെ UP ക്ലാസ് 5, 6, 7 അല്ലേ, 5, 6, 7 എന്നുള്ള ക്ലാസ്സിലെ മക്കൾക്ക് ഏറ്റവും വലിയ ഡൗട്ടാണ് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ. മിസ് ഇവിടെ കാണിച്ചേക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ അക്കാദമിക് കലണ്ടറാണ്. ഓക്കെ, ഈ കലണ്ടറിൽ ഇതാ നമ്മൾ ഓഗസ്റ്റിലാണ് നിങ്ങൾക്കറിയാം ഓണം എക്സാം ഉണ്ടെങ്കിൽ ഉണ്ടാവുക അല്ലേ. ഇവിടെ നിങ്ങൾ കണ്ടോടാ, സെക്കൻഡറി ഹയർ സെക്കൻഡറിക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒന്നാം പാദ വാർഷിക പരീക്ഷ, അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ എന്താ ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് 20 to 28 20-28 അതിനുള്ളിൽ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ UP എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മിക്കവാറും ഒരു 92% നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓണം എക്സാം ഉണ്ടാവും. ഓക്കെ, ഇത് ഇനിയിപ്പോൾ നിങ്ങളെ കാര്യം മെൻഷൻ ചെയ്യാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂൾ ഉണ്ട് അല്ലേ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള UP സ്കൂൾ ഉണ്ട്, അതുപോലെ അറ്റാച്ച്ഡ് അല്ലാതെ UP സ്കൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താണ് ഇത് ഡിഫറെൻ്റ് ടൈമിലാണ് നിങ്ങൾക്ക് എല്ലാം 5, 6, 7 ക്ലാസ്സുകളിൽ എക്സാം നടന്നിട്ടുള്ളത്, ഒരേപോലെയല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ത് ഈ ഒരു കലണ്ടറിൽ നിങ്ങളെ UP സ്കൂൾ എക്സാം, UPൻ്റെ എക്സാം, അതായത് ക്ലാസ് 5, 6, 7, അതായത് 1, 2, 3, 4, 5, 6, 7 എന്നീ ക്ലാസ്സുകളിലെ എക്സാം പ്രത്യേകം മെൻഷൻ ചെയ്യാതെ നിങ്ങൾ പഠിക്കണം, പഠിച്ച് തന്നെ തുടങ്ങണം. മിസ് എപ്പോഴും പറയുന്നതാണ്, ഇതുവരെ കലണ്ടർ ഇറങ്ങിയിട്ടില്ല, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാവുമെന്ന്. ഈ കലണ്ടർ ഇറങ്ങിയിട്ട് നിങ്ങൾ മെൻഷൻ ആവാതെ ഇതുകൊണ്ടാണ്. ഓക്കെ, അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും അറ്റാച്ച്ഡ് ആവാത്തതും ആയിട്ടുള്ള സ്കൂളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ലൈവ് ഒക്കെ ഉണ്ട് എജുപോർട്ടിനൊപ്പം, നിങ്ങൾക്ക് പഠിച്ച് ഇനിയും തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും എന്തുണ്ടാവും, ഓണം എക്സാം ഉണ്ടാവുമെങ്കിൽ ഓണം എക്സാം സ്റ്റാർട്ട് ആകുക ഓഗസ്റ്റ് 20 കേട്ടോ. ഓഗസ്റ്റ് 20 ആണ് എന്ത് ചെയ്യുക, ഓണം എക്സാം സ്റ്റാർട്ട് ആവുക. ഇനി നമുക്ക് ആകെ എത്ര ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം, പഠിക്കാൻ തുടങ്ങണം. മാക്സിമം എന്താ ഒരു 92% നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടാവാനാണ് ചാൻസ്. ഓക്കെ, താങ്ക് യു.